ഞാൻ ഈ അൾത്താരയിൽ പരിശുദ്ധമായ അൾത്താരയിൽ എനിക്ക് കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് ഈശോയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് മേരി സ്റ്റെല്ല. എൻ്റെ സ്ഥലം മുതിയൻകുളങ്ങര ഇടവക കർമ്മല മാതാ ദേവാലയം. ഞാൻ 2023 ജനുവരി 24 ഉടമ്പടി എടുക്കാൻ ആദ്യമായി വന്നത്. ഈ ഉടമ്പടി എടുത്ത് പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കടബാധ്യത മൂലമാണ് ഉടമ്പടി എടുക്കാൻ കാരണമായത്. ഞങ്ങൾക്കൊരു കടയുണ്ടായിരുന്നു. കടയിൽ നിന്നാണ് ഈ കട മുഴുവനും വന്ന് കയറിയത്. പലിശയ്ക്ക് പൈസ എടുത്തും അത് സാധനങ്ങൾ മേടിച്ചിട്ട് വിൽക്കാതായപ്പോൾ വൻ നഷ്ടം കയറി 12 ലക്ഷം രൂപ വരെ കടം വരെ ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ വേറെ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് വീടും വസ്തുവും വിൽക്കാമെന്ന് വിചാരിച്ച്, ഞങ്ങൾക്കൊരു വീടില്ല, ഒരു കുഞ്ഞു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. റോഡ് സൈഡാണ് വീട്. ആ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഉപ്പും വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയി വീടിൻ്റെ 4 സൈഡ് ഇട്ടിട്ട് ഞാൻ ബ്രോക്കറിൻ്റെ അടുത്ത് പറഞ്ഞ് വസ്തു കൊടുത്ത് കടം തീർക്കാം, ആൾക്കാർ വീട്ടിൽ വന്ന് ഭയങ്കര വഴക്കാണെന്ന്. അങ്ങനെ അയാൾ വന്ന് ഒരാളെ കൊണ്ടുവരികയും നല്ല രീതിയിൽ തന്നെ കച്ചവടം നടക്കുകയും ഞങ്ങൾക്ക് ഒരു മാസത്തിൻ്റെ അകത്ത് തന്നെയാണ് ആ കച്ചവടം നടന്ന് കടം വീട്ടാനും സാധിച്ചു. അതിനുശേഷം 23 വർഷമായിട്ട് ഞങ്ങൾക്ക് ഭവനം ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ ബാക്കി കാശ് കൊണ്ട് ഒരു ഭവനം വയ്ക്കുവാനും കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഭവന ആശീർവാദം നടത്തുവാനും ഭാഗ്യം ലഭിച്ചു. രണ്ടാമതായി, എനിക്ക് 20 വർഷമായിട്ട് വെരിക്കോസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. കാശിൻ്റെ ദാരിദ്ര്യം മൂലം ആശുപത്രിയിലൊന്നും പോകേണ്ട സാധ്യതയില്ലായിരുന്നു. എനിക്ക് എല്ലാ പ്രാവശ്യം ചർച്ചിൽ പോകാനോ ഞായറാഴ്ചകളിൽ പോകാൻ പോലും പറ്റില്ല. ഞാൻ നടക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയ 85-ാം ദിവസം തന്നെ എനിക്ക് ഈശോയെ ദർശനം കാണുവാൻ സാധിച്ചു. ഈശോ 2 കരവും വിരിച്ച് വെള്ള വസ്ത്രം ധരിച്ച് ചിരിച്ച് എൻ്റെ തലയുടെ പുറകെ വന്ന് നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മകളെ, നീ ഭാരപ്പെടേണ്ട, നിൻ്റെ ഭാരങ്ങളെല്ലാം മാറിപ്പോവും, ഞാൻ കൂടെയുണ്ട്, നീ എൻ്റെ ദേവാലയത്തിൽ 6 മണിയാകുമ്പോൾ വരണമെന്ന്. ഞാൻ ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ 3:30 മണിയായി രാവിലെ. ഞാൻ എന്ന് എണീക്കുന്ന സമയമാണ്. എല്ലാ ദിവസവും എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകും. കാല് വേദനിച്ച് തറയിൽ ഊന്നാൻ പറ്റത്തില്ല. അന്ന് എനിക്ക് ഒരു വേദന അനുഭവപ്പെട്ടില്ല. ഞാൻ പെട്ടെന്ന് എണീറ്റപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ എന്തോ ഒരു വലിയ ഭാരം മാറിപ്പോയതുപോലെ. ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ എൻ്റെ കാലിൻ്റെ ഒരു ഞരമ്പിൻ്റെ തടിപ്പ് പോലും എനിക്ക് കാണാനില്ല. കാല് നല്ല സ്വാതന്ത്ര്യമായിട്ട് എനിക്ക് കാല് നടക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എനിക്ക് 20 വർഷമായിട്ട് മാറാതിരുന്ന എൻ്റെ വെരിക്കോസിൻ്റെ അസുഖം അന്ന് എനിക്ക് മാറിക്കിട്ടി. അതിനുശേഷം ഇതുവരേക്കും അങ്ങനെ ഒരു വേദനയോ ബുദ്ധിമുട്ടോ എനിക്ക് അനുഭവപ്പെട്ടില്ല. മൂന്നാമതായി, എൻ്റെ ഭർത്താവിന് ഏപ്രിൽ മാസം 30-ാം തീയതി രാത്രി 11:30 മണിയായപ്പോൾ ഒരു നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദനപ്പം ആൾ ഡ്രൈവറാണ്, വണ്ടി പോകുന്ന ആളാണ്. അപ്പം സ്ഥിരമായിട്ട് ആഹാരം കഴിക്കുന്നത് കറക്റ്റ് സമയം അല്ലാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഗ്യാസ് കൊണ്ടായിരിക്കും ഇങ്ങനെ വന്നത്, പേടിക്കേണ്ടതെന്ന്. എന്നാൽ ശരീരമെല്ലാം വേർത്ത് കയ്യിൽ ദേഹത്ത് തൊടാനൊന്നും സമ്മതിക്കുന്നതുമില്ല. ഞാൻ ഈശോയുടെ ഉപ്പും തൈലവും പുരട്ടി കൊടുത്ത് ജവമാലയും ചൊല്ലി ആശുപത്രി പോകാമെന്ന് വിളിച്ചാൽ വരികയില്ല. എനിക്ക് കുഴപ്പമില്ല, മാറും എന്ന് പറഞ്ഞ് രാവിലെ 2:30 മണി വരെ ആ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് എനിക്ക് ഇച്ചിരി മാറ്റമുണ്ട്, വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. പിറ്റേന്ന് രാവിലെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് അറ്റാക്കാണ് വന്നത്, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇത്രയും നേരം വെച്ചുകൊണ്ടിരുന്നതെന്ന്. ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഗ്യാസിൻ്റെ ഇതാണെന്നാണ് പറഞ്ഞ് എനിക്കറിയില്ല. ഞാനിങ്ങനെ മാതാവിൻ്റെ ഉപ്പും തൈലവും കൊടുത്ത് അത് മുഖേനയാണ് ഈ വേദന കുറച്ച് മാറിയെന്ന് പറഞ്ഞു. അവിടെ നിന്ന് 10 ദിവസം വരെ അവിടെ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവർ പറഞ്ഞ് 5 ഗ്രാഫ് ചെയ്യണമെന്ന്. ഞാൻ എൻ്റെ അമ്മയോട് എല്ലാ ദിവസവും എണ്ണയും ഇട്ട് തൈലവും പൂച്ചിട്ട് ജവമാല ചൊല്ലി പറയുമായിരുന്നു, എൻ്റെ ഭർത്താവിന് ഒരു കുഴപ്പവും വരാൻ പാടില്ല. അമ്മ മാതാവിൽ എനിക്ക് തന്നത് ഈ ജീവിത പങ്കാളി എൻ്റെ മരണകാലം വരെയും എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ ഈശോയോടും അമ്മയോടും പ്രാർത്ഥിച്ചു. അത് ഫലമായിട്ട് 5 ഗ്രാഫും ചെയ്യേണ്ടി വന്നില്ല. പിന്നത്തെ ടെസ്റ്റുകളിലെല്ലാം നോർമലായി. അങ്ങനെ ഞാനിവിടെ അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ച് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞ് ഇവിടെ സാക്ഷി പറയണം, അസുഖം മാറി കിട്ടുമെന്ന്. അങ്ങനെ സന്തോഷിച്ച് ഇരുന്ന് 1 വർഷം 1 മാസമായപ്പോൾ വീണ്ടും 2ാമതൊരു അറ്റാക്ക് വന്നു. അത് ഞങ്ങളൊരു ആ വീട് വെച്ചുകൊണ്ടിരുന്നപ്പോൾ വാർക്കയ്ക്കായിരുന്നു. ഇവർക്ക് ശരീരമെല്ലാം വേദനിച്ച് വേർത്ത് ആൾ ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഞങ്ങൾ അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാരക്കുളത്ത് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ അവിടെ ഹാർട്ടിൻ്റെ ഡോക്ടറില്ല. അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. ഞാനങ്ങനെ മാതാവ് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചിട്ട്
മാതാവിൻ്റെ ജവമാല ചൊല്ലിക്കൊണ്ടുവന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നൽ, കാശ് രൂപ പോക്കറ്റിൽ കിടക്കയില്ലേ, എടുക്കുമെന്ന്. ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഓടിച്ചെന്ന് ആ കാശ് രൂപ എടുത്ത് ചേട്ടൻ്റെ നെറ്റിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ്, മാതാവേ, ഇനിയെല്ലാം അമ്മയുടെ കയ്യിലാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. BP 20 വരെയായി, ആൾ നല്ല കറുത്ത്, മക്കളെല്ലാം കാണാനൊക്കെ കേട്ട് സംസാരമൊക്കെ എല്ലാം മാറി. എൻ്റെ മനസ്സിനകത്ത് കൈവിട്ടു പോകാതിരിക്കാൻ ഞാൻ അമ്മയോട് ആദ്യത്തെ അറ്റാക്കിൽ ചോദിച്ചതല്ലേ എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ പങ്കാളിയെ തരണമെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് ഈ കാശ് രൂപം വയ്ക്കുകയും BP കൂടാൻ, സെക്കൻഡ് കൊണ്ട് BP കൂടാൻ തുടങ്ങി. BP കൂടി 20ആയി, 40ആയി, 80ആയപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞ് നമുക്കിത് നോർമലായോ എന്ന് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്ന്. ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് നോക്കി പറഞ്ഞ് ഇപ്പോൾ അത് നെഗറ്റീവായി, നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന്. അങ്ങനെ അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ മകനെ വിട്ട് വീട്ടിൽ നിന്ന് തൈലവും ഉപ്പും എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ICUവിൽ 6 ദിവസം ഉണ്ടായിരുന്നു. 6 ദിവസമായിരുന്നു. ഡോക്ടർ അന്ന് രാത്രി തന്നെ പറഞ്ഞു 5 ഗ്രാഫ് ചെയ്യണം, ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്, ഹാർട്ടിൻ്റെ തൊട്ട് താഴെയാണ് അറ്റാക്ക് വന്നത്, ബ്ലോക്കായത്, അത് ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, നിങ്ങൾ 5 ഗ്രാഫ് ചെയ്തേ പറ്റുള്ളൂ എന്ന്. ഞാൻ മനസ്സിൽ ഈശോയോട് പറഞ്ഞു, മാതാവേ, ഈശോയെ, നീ എനിക്ക് തന്ന ജീവിതം, ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ശരീരത്തിലൊരു കീറലോ പോറലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന്. എൻ്റെ ഭർത്താവിന് യാതൊരു ആപത്തും വരാൻ പാടില്ല, ഒരു കീറലും വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഈ ജപമാല ചൊല്ലി തീർന്ന് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഡോക്ടർ വിളിച്ചപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇനി എന്തിനാണാവോ എന്ത് പറ്റിയോ ഒരു പിടുത്തയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 5 ഗ്രാഫ് ചെയ്യാൻ പറ്റുകയില്ല എന്ന്. ഞാൻ ചോദിച്ചു, എന്ത് ഡോക്ടർ, എന്ത് കുഴപ്പമുണ്ടോ? അപ്പോൾ പറഞ്ഞു ബ്ലഡ് സർക്കുലേഷൻ്റെ പവർ കുറവാണ്, അതുകൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല, അത് പോയിട്ട് കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചത്, ഡോക്ടർ കല്ലുണ്ടായിരുന്നു അതിൻ്റെ ഇതാണോ ചോദിച്ചാൽ പറഞ്ഞ് അതിൻ്റെ ഇതൊന്നുമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഡിസ്ചാർജായി പോയതിന് ശേഷം എത്രയും പെട്ടെന്ന് കിഡ്നി ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന്. അവിടെ നിന്ന് ഡിസ്ചാർജായി വന്നതിന് ശേഷം ഞാൻ കിഡ്നി ഡോക്ടർ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പം ആ ഡോക്ടർ പറഞ്ഞ് നിങ്ങളൊരു CT സ്കാനിങ് എടുത്തിട്ട് വരികയെന്ന്. CT സ്കാനിങ് എടുത്തിട്ട് പോയപ്പം ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ എന്തായാലും കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടറെ കല്ലിൻ്റെ ഏതാണോ എന്ന് ആ ഡോക്ടറെ അടുത്തും ചോദിച്ചു. ആ ഡോക്ടർ പറഞ്ഞ് കല്ലിൻ്റെ ഒന്നുമല്ല, കിഡ്നിയിൽ ക്യാൻസറാണ്, 2 കിഡ്നിയിലും ആയിപ്പോയി എന്ന്. ഞാനങ്ങനെ മനസ്സുകൊണ്ട് ഒരു വേദന തീർന്ന് അടുത്ത ഉടനെ കൂടെ വരുന്നല്ലോ എന്ന് പറഞ്ഞ് മനസ്സിലൊന്നും വിചാരിച്ചില്ല. മനസ്സിൽ ചിന്തിച്ചു, മാതാവേ, ഇനി കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയില്ല, അപ്പോൾ ക്യാൻസർ അല്ലേ, ഞാനിനി എന്ത് ചെയ്യും, എൻ്റെ ജീവിതം എന്താകുമെന്ന് ഒരു നിമിഷം അവിടെ ഇരുന്ന് സ്റ്റക്കായി പോയിട്ട് ഡോക്ടറടുത്ത് ഞാൻ ചോദിച്ച് ഒരുപാട് ബാധിച്ചോന്ന് ചേട്ടാ. ഡോക്ടർ പറഞ്ഞ് 2 കിഡ്നിയുടെയും ആ വാൽവ് പോലെ വരുന്ന ആ സൈഡ് മുഴുവനും അങ്ങ് ആയിപ്പോയെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, ഇത് ഓപ്പറേഷനോ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, ചെയ്ത് കഴിഞ്ഞാൽ ആ കിഡ്നിയിൽ ബ്ലഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളുണ്ടെന്നും ഇല്ലെന്നും പറയുമെന്ന്. എന്നിട്ട് അയാൾ പറഞ്ഞ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ MRI സ്കാനിങ് എടുത്തിട്ട് വരണമെന്ന്. ഞാൻ അവിടെ നിന്ന് നേരെ വീട്ടിൽ വന്ന് ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് എഴുതി വാങ്ങിച്ച് അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ച് പ്രാർത്ഥിച്ച്. അച്ഛൻ പറഞ്ഞ് സൈത്ത് പൂസിയിട്ട് അച്ഛൻ പറഞ്ഞ് കുഴപ്പമില്ല, മാറിക്കിട്ടുമെന്ന്. ഞാൻ തിരിച്ച് ആ സ്കാൻ പേപ്പർ മാതാവിൻ്റെ അടുത്ത് വെച്ച് പറഞ്ഞു, മാതാവേ, ഈ സ്കാൻ ചെയ്യുമ്പോൾ ഇതിൽ ഒരു കുഴപ്പമില്ലാതിരിക്കണം. ആദ്യത്തെ അറ്റാക്ക് വന്നപ്പോഴേ അച്ഛൻ പറഞ്ഞ് സാക്ഷി പറയണം, അത് പറയണതിന് മുമ്പാണ് അടുത്ത അറ്റാക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് ഇത് തീർച്ചയായും സാക്ഷി പറയുവാൻ കണക്കാക്കി. അമ്മ മാതാവ് ആദ്യത്തെ അറ്റാക്ക് വന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, അപ്പോഴും പറഞ്ഞില്ല എന്നാണ് ഡോക്ടർ ചോദിച്ചതില്ല. അപ്പോൾ രണ്ടാമത്തെ അറ്റാക്ക് ഈ അസുഖം ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും രണ്ടാമത്തെ അറ്റാക്ക് അമ്മ മാതാവ് തന്നത്. ഞാൻ സന്തോഷമായിട്ട് സ്വീകരിച്ച് എനിക്ക് ഇതിൽ നിന്ന് മോചനം തരണം, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖം വരാൻ പാടില്ല, ഈ സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ വേണ്ടി മാതാവെ അനുഗ്രഹം തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പോയി. രണ്ടാമത് പോയി MRI സ്കാനിങ് എടുത്ത് വേറെ 2-3 ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ് ആ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ വാങ്ങി കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് CT സ്കാനിലുണ്ടായിരുന്ന ഒരു രോഗവും ഈ MRI സ്കാനിൽ കാണാനില്ല, ക്യാൻസർ പൂർണ്ണമായും മാറിയിരിക്കുന്നു, ഒരു കുഴപ്പവുമില്ല, എന്ത് മിറാക്കിളാണ് സംഭവിച്ചതെന്ന് ഡോക്ടർ ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു അമ്മ മാതാവിൻ്റെ പള്ളിയിൽ പോകുന്നുണ്ട്, അവിടുത്തെ ഉപ്പും തൈലവുമാണ് ഇതിന് മിറാക്കിളായത്, ഞാനത് എല്ലാ ദിവസവും ഇട്ട് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും, അതനുസരിച്ച് എനിക്ക് അസുഖം മാറിക്കിട്ടി. അങ്ങനെ അമ്മ മാതാവ് വലിയ ഒരു അസുഖത്തിൽ നിന്ന് എനിക്ക് പൂർണ്ണ വിടുതല നൽകുകയും എൻ്റെ കുടുംബം ഇന്ന് സന്തോഷത്തോടു കൂടെ ഇരിക്കുകയും 23 വർഷം കൊണ്ട് ഭവനമില്ലാത്ത എനിക്കൊരു ഭവനം കിട്ടുകയും എല്ലാ രീതിയിലും ഞങ്ങളെ ദൈവം സന്തോഷത്തോടു കൂടെ അനുഗ്രഹിച്ചു.